ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം. ഇന്ന് കർത്താവിൻ്റെ വചനം നമ്മളോട് എന്താണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. ലൂക്കോസ് 1:28 ലൂക്കോസ് 1:38 നമുക്ക് കാണാം. അതിനും അറിയാം, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. നമുക്ക് ഈ സന്ദർഭമൊക്കെ നന്നായിട്ട് അറിയാം. മറിയ ഇവിടെ എന്താണ് പറയുന്നത്? ഇതാ ഞാൻ എന്താണ് അങ്ങയുടെ ദാസി, അങ്ങയുടെ വാക്കുപോലെ എന്താണ് എനിക്ക് ഭവിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് മറിയോട് ദൂതൻ വന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു പ്രയാസമേറിയ കാര്യമാണെങ്കിൽ പോലും മറിയ എന്താണ് ഹൃദയം കൊണ്ട് വിധേയപ്പെടുകയാണ്. കർത്താവെ, അങ്ങ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയുവാൻ തക്കവണ്ണം ഒരു വിധേയപ്പെടലിൻ്റെ, ഒരു താഴ്മയുടെ അനുഭവം ആരുടെ ജീവിതത്തിൽ നമുക്ക് കാണാം? മറിയയുടെ ജീവിതത്തിൽ കാണാം. നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ, നമ്മളിത് മറ്റൊരാളുടെ ജീവിതം എടുത്ത് നോക്കുമ്പോൾ അതൊക്കെ എനിക്ക് സാധ്യമാണെന്ന് വിചാരിക്കും. പക്ഷെ നമ്മളോട് ദൈവം പേഴ്സണലായിട്ട് ചില വിഷയം പറയുവാണെങ്കിൽ ഇത്ര ഹാർഡാവണ്ട, ഇച്ചിരി ബുദ്ധിമുട്ടേറിയ ഒരു വിഷയമാണ് ദൈവം നമ്മളോട് അനുസരിക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ പറയുന്നതെങ്കിൽ എത്രത്തോളം വിധേയത്തോടെ നമുക്ക് പറയാൻ കഴിയും, കർത്താവേ, ഇതാ ഞാൻ അങ്ങയുടെ ദാസി, അങ്ങയുടെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിൽ ഭവിക്കട്ടെ എന്ന്. പലപ്പോഴും ദൈവം എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പം ഒത്തിരി ഒഴിവുകൾ പറയുന്ന ആൾക്കാരല്ലേ നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും ഒന്ന് പറയുമ്പം അത് ഇച്ചിരി പ്രയാസമാണെന്ന് നമുക്ക് തോന്നുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനത് ചെയ്യുവാണെങ്കിൽ പബ്ലിക്കിൽ ഞാൻ നാണം കെടും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ എനിക്കൊരു വിലയില്ലാണ്ടായി തീരും എന്നൊക്കെ ചിന്തിച്ചാൽ തന്നെ ദൈവത്തോട് പറയും, ദൈവമേ, ഈ വിഷയം എൻ്റെ കർത്താവെ എന്നിൽ നിന്നും മാറ്റിത്തരണേ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അങ്ങൊന്ന് സെലക്ട് ചെയ്യണേ. ഇങ്ങനെയൊക്കെ നമ്മൾ ദൈവസ്ഥാനത്തിൽ പറയും. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഈ മറിയ പറഞ്ഞതുപോലെ, ഇതാ ഞാൻ അങ്ങയുടെ ദാസി, അങ്ങയുടെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ, ആ ഒരു സബ്മിഷൻ മനോഭാവം അല്ലെങ്കിൽ ആ വിധേയപ്പെടുന്ന മനോഭാവം നമ്മളിലുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. മറിയയുടെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ആ വിധേയപ്പെട്ടത് മൂലം ഒത്തിരി പ്രയാസങ്ങൾ, നിന്ദകളൊക്കെ അനുഭവിച്ചതാണ്. പക്ഷേ ഏറ്റവും മാനമേറിയ കർത്താവിൻ്റെ മാതാവെന്ന ഏറ്റവും മാനമേറിയ ഒരു പദവിയിലേക്ക് മറിയ ഉയർത്തപ്പെട്ടെങ്കിൽ അതിനു പിന്നിൽ മറിയയുടെ ആ ഒരു സബ്മിഷൻ, ആ ഒരു താഴ്മ ആണെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ഒത്തിരി പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ആ താഴ്മയുടെ മനോഭാവം. നമുക്കൊരു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തിലൂടെ ചില കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ അതിൻ്റെ വരായ്മകളെക്കുറിച്ചൊക്കെ ചിന്തിച്ച്, കർത്താവേ, ഇതെനിക്ക് കഴിയില്ല, വേറെ ആരെങ്കിലും ഏൽപ്പിക്കണമെന്ന് പറയുന്ന അനുഭവമല്ല. ഇതാ ദൈവമേ, ഞാൻ അങ്ങയുടെ ദാസി അല്ലെങ്കിൽ ദാസൻ, അങ്ങയുടെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിൽ ഭവിക്കട്ടെ എന്ന് പറയുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. എങ്കിലെന്താണ്, ദൈവത്തിന് പ്രസാദകരമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ മുന്നോട്ടുള്ള നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവം നോക്കിക്കൊള്ളും. നമ്മളെ അങ്ങനെയൊന്നും കൈവിടുന്ന ദൈവമല്ല. ഒരു നാൾ നമ്മളെ ഉപേക്ഷിക്കില്ല, കൈവിടില്ല എന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു നമ്മൾ ചിന്തിച്ചാൽ പോലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. കർത്താവ് അരുളി ചെയ്തിട്ട് നാം ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ വിധേയപ്പെട്ട് താഴ്മയോടെ ദൈവസന്നിധി, ഇതാ ഞാൻ അങ്ങയുടെ ദാസി, അങ്ങയുടെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നാം കർത്താവ് പറയുന്ന ഒരു കാര്യം അനുസരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഭാവി ജീവിതത്തിൽ എന്താണ് നന്മയ്ക്കായിട്ടേ ഭവിക്കുകയുള്ളൂ. അതിന് പുറകിൽ ചില പ്രയാസങ്ങളും കഷ്ടങ്ങളൊക്കെ വന്നാൽ പോലും എന്താണ് അത്യന്തികമായി ദൈവം നമ്മളോട് പറയും, നമ്മൾ അനുസരിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹവും നന്മയുമായി തീരും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.